ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വൻ ജേണി. എല്ലാ ഫാമിലീസിനെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി വെൽക്കം ചെയ്യുന്നു. ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ 2ാം ദിവസം മനോഹരമായിട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ബൈബിൾ ഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ അബ്രഹാത്തെ ദൈവം വിളിക്കുകയാണ്. അബ്രഹാത്തിൻ്റെ മറ്റൊരു പേര് വിശ്വാസികളുടെ പിതാവ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം. വിശ്വാസം ദാനമാണ്, പക്ഷെ അതിനെ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പം നമ്മൾ ആ അബ്രഹാം ദൈവത്തെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു, ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അബ്രഹാത്തെ നമ്മളിന്ന് റിഫ്ലക്റ്റ് ചെയ്യാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മകൻ്റെയും അപ്പനോടും അമ്മയോടും അവനുണ്ടായിരുന്ന ബന്ധം, ആ സ്റ്റോറിയാണ്. അവൻ്റെ ബിരുദദാന ചടങ്ങ് വളരെ കളർഫുള്ളായിട്ടൊക്കെ നടന്നു. അപ്പനും അമ്മയും വലിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അവൻ്റെ ഒരു പ്രതീക്ഷ ഇതായിരുന്നു, നല്ല മാർക്കോടുകൂടി ഉയർന്ന വിജയം കരസ്ഥമാക്കി അപ്പൻ എന്തായാലും ഒരു സ്പോർട്സ് കാർ വാങ്ങിത്തരും. അപ്പോൾ അങ്ങനെ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അപ്പൻ പിന്നെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് ഒരുപാട് അഭിമാനമാണ് നിന്നെക്കുറിച്ച്. ഇതാ നിനക്ക് മനോഹരമായൊരു സമ്മാനം ഞാൻ തരികയാണ് എന്ന് പറഞ്ഞൊരു പൊതി അപ്പൻ കൊടുക്കും. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്താണ്? നീ തുറന്നു നോക്ക്. അപ്പം നല്ല വർണ്ണക്കടലാസിൽ ഇവൻ തുറന്നു നോക്കുമ്പോൾ ഒരു ബൈബിളാണ്. പെട്ടെന്ന് ഇവന് ദേഷ്യം വന്നു. കാരണം ഇവൻ പ്രതീക്ഷിച്ചിരുന്നത് പുതിയൊരു സ്പോർട്സ് കാറിൻ്റെ കീ ആണ്. പക്ഷെ അപ്പൻ കൊടുത്തത് ബൈബിള്. അവൻ വേഗം ദേഷ്യപ്പെട്ട് അപ്പനോട് കുറേ വഴക്കൊക്കെ ഉണ്ടാക്കി. അപ്പൻ ഇതൊന്നും തിരിച്ചൊന്നും പറയാതെ അപ്പൻ നിശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ ഈ ബഹളങ്ങളെല്ലാം. പക്ഷെ ഇവൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്, അപ്പൻ എന്നെ ചതിച്ചു, അപ്പൻ എന്നോട് ഇത്രയും നിർദ്ദയമായിട്ട് പെരുമാറും, അപ്പൻ ബൈബിളാണോ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ വഴക്കിട്ട് അവൻ അന്ന് ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. പക്ഷെ അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് അപ്പനത് വല്ലാത്ത ഷോക്കായി. അവൻ പിന്നീട് വീട്ടിലേക്ക് വന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവൻ അറിയാണ് ഇവൻ്റെ അപ്പൻ മരിച്ചു എന്നുള്ളത്. മരിച്ചു എന്ന് കേട്ടപ്പോൾ ഇവന് ഒത്തിരി സങ്കടമൊക്കെ തോന്നി. ഇടയ്ക്കൊക്കെ അപ്പനിങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും ഇവൻ പിടുത്തം കൊടുത്തില്ല. വീട്ടിലേക്ക് ഒരിക്കൽ പോലും അവൻ വിളിച്ചില്ല. പക്ഷെ അപ്പൻ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പനെ കാണണമെന്ന് തോന്നി. അവൻ വീട്ടിൽ വരുവാണ്. ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് അവൻ പതിയെ അവൻ്റെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവൻ്റെ മുറിയിൽ അലമാരയ്ക്കുള്ളിൽ അന്ന് അപ്പൻ കൊടുത്ത ആ ബൈബിൾ, ആ പൊതി അവിടെ ഇരിപ്പുണ്ട്. അവൻ പതിയെ ചെന്ന് അലമാര തുറന്ന് അതെടുത്ത്, അപ്പം ബൈബിളിങ്ങനെ എടുത്ത് പെട്ടെന്നാണ് അവൻ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കട്ടിയുള്ള എന്തോ ഒരു സംഭവം മനസ്സിലായി. തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതൊരു പുതിയ സ്പോർട്സ് കാറിൻ്റെ കീ ആയിരുന്നു. മുഴുവൻ പൈസയും അടച്ച് കാറ് വാങ്ങി അതിൻ്റെ റെസിപ്റ്റും അതിനോടൊപ്പം ഉണ്ട്. അവൻ ഞെട്ടിപ്പോയി. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ തകർന്ന് അവിടെ ഇരുന്നു. ചില സമയത്ത് ഇങ്ങനെയാണ്, നമുക്ക് ചിലപ്പോഴും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളും ഇങ്ങനെ ഒരു സൈഡിൽ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊണ്ടുവരും. പക്ഷേ ദൈവം പറയുന്ന പോലെ എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ പറയേണ്ടുന്ന ഇതാണ്, ഫാമിലി ഒരുമിച്ചിരുന്ന് അപ്പയും അമ്മയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നയിച്ച വഴികൾ, ഒരു ഫെയ്ത്ത് സ്റ്റോറി, നിങ്ങളുടെ ഒരു കുഞ്ഞു ദൈവാനുഭവം മക്കളുമായിട്ട് പങ്കുവയ്ക്കുക. പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പുതിയ ചിന്തകളുമായിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.